ഹായ് ഡിയേഴ്സ്, ഈ പ്രസ്തുത വീഡിയോയിൽ ഒത്തിരി പ്ലാൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഓഫർ റേറ്റിനാട്ടോ. ഒരുപാട് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് കംപ്ലീറ്റ് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഏതൊക്കെ പ്ലാൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഞങ്ങൾ പ്ലാൻസ് അയച്ചു തരുന്നത് DTDC കൊറിയർ വഴിയാട്ടോ. DS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒത്തിരി പ്ലാൻസ് ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആട്ടോ വന്നിരിക്കുന്നത്. ഒരുപാട് പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഇഷ്ടം പോലെ ഓപ്ഷൻ ആട്ടോ. നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ. വീഡിയോയിൽ എല്ലാ പ്ലാൻസിൻ്റെയും പ്ലാൻ സൈസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കംപ്ലീറ്റ് കാണുന്ന സമയത്ത് പ്ലാൻ സൈസോടെ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. അതുപോലെ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്ന കേട്ടോ. ഈ സെയിം നമ്പറിൽ നമുക്ക് ഏതൊക്കെ പ്ലാൻസാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് ചെമ്പക കേട്ടോ. നല്ല യെല്ലോ കളറിലുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ചെമ്പകമാണ്. ഒരുപാട് ഹൈറ്റ് വെക്കാതെ ബുഷിയായിട്ട് നിന്ന് പോട്ടിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ബ്രഷ് ആട്ടോ. ഇതിന് മുമ്പൊന്നും നമ്മൾ ഈ ഒരു പ്ലാന്റ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അസേലിയ കേട്ടോ. അസേലിയൻ്റെ 5 കളേഴ്സ് ഉണ്ട്. ഓരോ കളേഴ്സിനും 180 വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അസേലിയ പ്ലാന്റ്. സെമി ഷെയ്ഡിലാണ് ചെടി. ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, എന്നാൽ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതേപോലെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോറ്, ചാണകപ്പൊടി, മണ്ണ്, ലീഫ് മോൾഡ്, ഈ ഒരു പോട്ടി മിക്സിൽ നടുവും കൂടി ചെയ്താൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്നതാട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിനാണ് 180 വരുന്നത് റേറ്റ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് കൃഷ്ണകാന്തി അല്ലെ ബ്ലൂ ഡേയ്സി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ. കുഞ്ഞു പൂക്കളായിരിക്കും. ഭയങ്കര ഭംഗിയാട്ടോ ഈ ഒരു ചെടി കാണാൻ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ഈ ഏഞ്ചൽ ട്രംപറ്റ് ആട്ടോ. 50 രൂപയാണ് റേറ്റ്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഉണ്ടായിരുന്നൊരു വെറൈറ്റി അല്ല. നമുക്ക് ഗാർഡനിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഒരു കുഞ്ഞ് മരം കണക്കിന് അത്യാവശ്യം ഹൈറ്റ് വെക്കുന്ന ഒരു പ്ലാന്റ് ആട്ടോ. അത് ഒരുപാട് പൂക്കളുണ്ടാകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്ന വയലറ്റ് മെലസ്റ്റോമയാട്ടോ. ഒത്തിരി പൂക്കളുണ്ടാകുന്ന വെറൈറ്റി. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സുകൾ തന്നെയാട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്ന സേഡാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. നല്ല ഭംഗിയാട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുൾ ബുഷിയായിട്ട് വരും കേട്ടോ. പോട്ട് തിക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നൊരു ചെടിയാണ്. അടുത്തത് വരുന്ന ചൈനീസ് ഹാറ്റ് റെഡ് ആട്ടോ. ഇതും പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കാണുന്നില്ല. ചൈനീസ് ഹാറ്റിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പുതിയ പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് വെള്ളക്കൊടുവേലി കേട്ടോ. വൈറ്റ് പ്ലംബാഗോ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. റേറ്റ് വരുന്നത് 80 രൂപയാട്ടോ. നെക്സ്റ്റ് വരുന്നത് റെഡ് പ്ലംബാഗോയാണ്. അതും 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ബുഷി പ്ലാന്റാണ്. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാട്ടോ അയക്കുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് 80 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മില്യൺസ് ഓഫ് ഹേർട്ടാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞു ലീഫായിരിക്കും. ഈ ലീഫിന് ഹേർട്ടിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ഇതിന് ഈ പേര് വരുന്നത്. ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചിരുന്നത്. അടുത്തത് വരുന്നത് കമേലിയ പ്ലാന്റ് ആട്ടോ. കമേലിയ പ്ലാന്റിൻ്റെ 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പെർ പ്ലാന്റിന് 180 ആണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. റെഡും പിങ്കും വൈറ്റും കോമ്പിനേഷനിലുള്ള ഒരു കളറും. അങ്ങനെ മൊത്തം 4 ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കളേഴ്സാണ്. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. തരുന്ന കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്ന സാമ്പക്കസ് എന്ന് പറഞ്ഞ ചെടിയാട്ടോ. 120 രൂപയാണ് റേറ്റ് വരുന്നത്. അത് ഒരു ബുഷി പ്ലാന്റ് ആണ്. ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാട്ടോ. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. പ്ലാന്റ്സ് DTDC വഴിയാട്ടോ അയക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് തമ്പർജിയ കോക്സീനിയ.
ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാട്ടോ തെമ്പർജിയ. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് കാർ പോർച്ചിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എപ്പോഴും പൂക്കളുണ്ടാവും. അത് മാത്രമല്ല ഇങ്ങനെ കൊല കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അതും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഡോംബിയ പ്ലാന്റ് ആട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഇതുപോലെ ആയിരിക്കും കേട്ടോ പൂക്കൾ. നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ പൂവുണ്ടാവുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലോറോപെറ്റലാണ്. ലോറോപെറ്റലത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 100 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ലീഫും അതിൽ നല്ല ലൈറ്റ് റോസ് കളറിലുള്ള പൂക്കളും ആയിരിക്കും കേട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിന്ന് ഇതുപോലെ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസ് തിരിഞ്ഞ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത്. അടുത്തത് വരുന്നത് പ്രൈഡ്സ് ഓഫ് ഇന്ത്യയാണ്. 80 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതൊരു പൂമരാണ്. നല്ല വയലറ്റ് കളറിലാട്ടോ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറച്ച് പൂക്കുകയും ചെയ്യും. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ഒരു ചെടി കൂടിയാട്ടോ. കൃത്യമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വലിപ്പം വെക്കാതെ നല്ല ബുഷിയായിട്ട് നിർത്താനും പറ്റും. അടുത്തത് വരുന്നത് ലെഗസ്റ്റോമിയേൻ്റെ റെഡ് കളറാട്ടോ. ബ്രൗൺ കളറിൽ റെഡ് പൂവാണ്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 65 രൂപ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ലെമൺ വൈനാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഇതിൻ്റെ പൂവ് നമുക്ക് ഈ ഫോട്ടോയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ കാണുന്ന പോലെ ഒന്നുമല്ല. നമുക്ക് നേരിൽ കാണുമ്പോഴാട്ടോ അതിൻ്റെ ഭംഗി അറിയാം. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് സെനേഷ്യോ പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും അല്ലെങ്കിൽ ബുഷിയായിട്ട് കട്ട് ചെയ്ത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാട്ടോ. അടുത്തത് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയുടെ പിങ്ക് കളറാണ്. ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് നമുക്ക് പൂക്കൾ തരുകയും ചെയ്യും. പോട്ടൊക്കെ ഫില്ലായിട്ട് ഒരുപാട് പൂക്കൾ തരും കേട്ടോ. അതിൻ്റെ റെഡ് കളറും നമുക്ക് അവൈലബിൾ ആണ്. റെഡ് കളറിന് വരുന്നത് 80 രൂപയാട്ടോ. ഇത് പിങ്ക് കളറ്, വൈറ്റ്, ബ്ലൂ, അങ്ങനെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബുഹീനിയ പ്ലാന്റ് ആട്ടോ. ബുഹീനിയൻ്റെ പ്ലാന്റിന് 300 രൂപയാണ് റേറ്റ് വരുന്നത്. ആദ്യമൊക്കെ നമ്മൾ വിറ്റിരുന്നത് 375 രൂപയ്ക്കാണ്. ഇപ്പം അതിൻ്റെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കനകാംബരാണ്. ഹൈബ്രിഡ് കനകാംബരാണ്. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരും. ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല. നമ്മൾ പൂ ഉണ്ടായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത നെക്സ്റ്റ് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മാട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ഗാർഡീനിയാണ്. 3 കളേഴ്സിലാട്ടോ ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക. ലൈറ്റ് യെല്ലോ, ഓറഞ്ച്, വൈറ്റ്, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഇതൊരു കുറ്റിച്ചെടിയാണ്. അടുത്തത് വരുന്നത് വയലറ്റ് ലെന്താനയാട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതൊരു കുറ്റി ചെടിയായിട്ട് നിന്നിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഐവി പ്ലാന്റ് ആട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സെമി ഷെയ്ഡിലാണെങ്കിലും നല്ല രീതിയിൽ പടർന്ന് പിടിക്കുന്ന ഒരു ചെടി കൂടിയാണ്. അടുത്തത് വരുന്നത് ഫൈക്കസ് വെബനാണ്. നമുക്ക് വാൾ ക്രീപ്പറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം ബുഷിയായ പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ട്രംപറ്റ് വൈനാണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് സുഗന്ധരാജനാണ്. ഗന്ധരാജൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾക്കാണ്. ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാട്ടോ. ഒത്തിരി പൂക്കൾ തരും. നമുക്ക് ചട്ടിയിലൊക്കെ ബുഷി പ്ലാന്റായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഈസി കെയർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത് 50 രൂപയ്ക്ക്. അടുത്തത് വരുന്നത് നല്ല സ്മെല്ലുള്ള
കട്ടമുല്ലയാട്ടോ. ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ കട്ടമുല്ല. നല്ല സ്മെല്ലാണ്. അതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും. ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മെഹന്തിയാണ്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ആണ് 50 രൂപ വരുന്നത്. നല്ല ഡാർക്ക് ചുവന്ന കളറിലേക്ക് വരും കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിക്ക് 50 രൂപയുള്ളൂ റേറ്റ്. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കളേഴ്സിൽ ഏതെങ്കിലും ഒരു കളറായിരിക്കും. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കട്ടിങ്സ് ആണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കളേഴ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും കളേഴ്സ് ആയിരിക്കും വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. നെക്സ്റ്റ് വരുന്നത് ബ്ലീഡിംഗ് ഹേർട്ട് ആട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ബുഷി പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റും. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. ഒത്തിരി പൂക്കൾ തരുകയും ചെയ്യും. നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇത് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചാലും പൂക്കൾ ഒത്തിരി തരും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, ഈ കുഞ്ഞി പ്ലാന്റിൽ വരെ ഒത്തിരി പൂക്കൾ വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് സ്നോ റോസ് ആണ്. സ്നോ റോസിൻ്റെ മൾട്ടി പെറ്റലാട്ടോ. കുഞ്ഞു റോസാപ്പൂ പോലെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഫ്ലവർ കാണാൻ കുഞ്ഞി ചെടിയാണ്. ഒത്തിരി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹണീസക്കിളാട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. 2 ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡും വൈറ്റും. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മണിമുല്ലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ്. ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പൂ ഉണ്ടാകാൻ തുടങ്ങിയാൽ ഇല പോലും കാണാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞ് പൂക്കൾ തരുന്ന ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫ്രാസൽ ഐലൻഡ് ആട്ടോ. ഇത് നല്ല ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ പൂവ് കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. 80 രൂപയാട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമ പ്ലാന്റ് ആണ്. നല്ല ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളായിരിക്കും. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാലും ഒരു സ്റ്റിക്കൊക്കെ സപ്പോർട്ടായിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എപ്പോഴും പൂക്കൾ തരുകയും ചെയ്യുവേ. നെക്സ്റ്റ് വരുന്നത് സ്നോ റോസ്. സ്നോ റോസിൻ്റെ മൾട്ടി പെറ്റൽ നമ്മൾ ആദ്യം കണ്ടിരുന്നു. ഇത് സ്നോ റോസിൻ്റെ വെരിഗേറ്റഡ് ലീഫിൽ ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും തന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവുമേ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് റെഡ് ബ്ലീഡിംഗ് ഹേർട്ടാണ്. നമ്മൾ വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ റെഡ് ബ്ലീഡിംഗ് ഹേർട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹേർട്ടിനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാപ്പ് റെഡ് കളറിലായിരിക്കും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ്. പെട്രിയൻ്റെ വൈറ്റ് ആണ്. 65 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാട്ടോ. ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ഇങ്ങോട്ട് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ. കാരണം ഈ ഒരു ചെടീൻ്റെ പൂവ് ഒരുപാട് നാൾ നിൽക്കും. ഒരു 6 മാസത്തോളം തന്നെ ഈ ഫ്ലവർ കൊഴിയാതെ നിൽക്കും കേട്ടോ. അതാണ് ഈ ചെടി എല്ലാവർക്കും വളരെ ഇഷ്ടമാകാനുള്ള കാരണം. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 65 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഫൈക്കസ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ചെടിയാണ്. 50 രൂപയാണ് റേറ്റ്. അടുത്തത് വരുന്നത് ഡെയ്സി പ്ലാന്റ് ആട്ടോ. ഡെയ്സി പ്ലാന്റിൻ്റെ 3 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ഡെയ്സി പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാകുന്ന കൊല കുത്തിയായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഒരു തൈ നട്ടാൽ മതി. പെട്ടെന്ന് അതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞി ബേബി പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ ഫോം ആകും കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സ്പൈഡർ ലില്ലിയാണ്. നല്ല വൈറ്റ് കളറിലുള്ള പൂക്കളാണ്. അതുപോലെ നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. നമുക്ക് ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ഇതിൻ്റെ അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് അരിനെല്ലിയാട്ടോ. ഇത് നമുക്ക് നല്ല ടേസ്റ്റ് അല്ല അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 80 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 80 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആണ്. ഇതൊരു കുറ്റിച്ചെടിയാട്ടോ.
ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ്. അതുമാത്രമല്ല നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ആ പൂക്കൾ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ആദ്യം നല്ല ഫ്ലവർ ആയിരിക്കും, അത് കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലേക്ക് വരും. ഇത് കുറച്ചുകൂടെ മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ ഡാർക്ക് വയലറ്റ് കളറിലേക്ക് ആ ഫ്ലവർ പോകും. അങ്ങനെ 3 കളർ കോമ്പിനേഷനിലായിരിക്കും ഈ ചെടിയിൽ പൂക്കൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ മെലസ്റ്റോമയാണ് കേട്ടോ. മെലസ്റ്റോമയിൽ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ മെലസ്റ്റോമ. ഇതൊരു ബുഷി പ്ലാന്റ് ആണ്. ഇതുപോലുള്ള പൂക്കളായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനും. ഇതിൻ്റെ നല്ല സൈസ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് അമേരിക്കൻ ജാസ്മിനാണ് കേട്ടോ. ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരുപാട് പൂക്കളുണ്ടാകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹോയ കേട്ടോ. ഹോയേൻ്റെ നല്ല യെല്ലോ കളറിലുള്ളതാണ്. ഈ ഒരു സൈസിൽ ഈ ഒരു കളറായിരിക്കും കേട്ടോ ആ ഒരു പ്ലാന്റിനുണ്ടാവുക. നമ്മുടെ അടുത്ത് 5 കളേഴ്സ് അവൈലബിൾ ആണ്. യെല്ലോയും വൈറ്റും പിങ്കും റെഡും മെറൂണും, അങ്ങനെ ഒരു 5 കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ 5 കളേഴ്സിലെ ഓരോ കളേഴ്സിനും 50 രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത്. നല്ല ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നമ്മളിതിൻ്റെ ലീഫ് നോക്കിയിട്ടാട്ടോ ഈ ഒരു കളറ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്രിസ്മസ് കാറ്റക്സ് ആണ്. ക്രിസ്മസ് കാറ്റക്സിൻ്റെ 4 ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും റെഡും പിങ്കും പീച്ചും. അങ്ങനെ 4 കളേഴ്സിന് ഒരു പ്ലാന്റിന് 40 രൂപ വെച്ചിട്ടാട്ടോ റേറ്റ് വരുന്നത്. അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു കാറ്റക്സ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ ഇടവിട്ട് മാത്രം വെള്ളം നനച്ച് കൊടുത്താൽ മതി. പിന്നെ നല്ലോണം പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സിൽ നടാൻ ശ്രമിക്കുക. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് റെഡ് റിപ്താലിസ് ആട്ടോ. 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്രൗൺ കളറിലാട്ടോ ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക. അതിൻ്റെ ഓരോ ലീഫിൻ്റെ തുമ്പത്തും പവിഴമുത്ത് പോലെ ചെറിയ മുത്തുകൾ ഉണ്ടാവും. അതാട്ടോ ഈ ഒരു ചെടീൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് സൺറോസ് ആണ്. 45 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. നല്ല ലൈറ്റ് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക. നല്ല ഡാർക്ക് റോസ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ജിഫിയിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 45 രൂപ വരുന്നത്. ഈ വെരിഗേറ്റഡ് ലീഫിലല്ലാതെ നോർമൽ ലീഫിലുള്ള ബേബി സൺറോസും നമുക്ക് അവൈലബിൾ ആണ്. ഗ്രീൻ ലീഫിലാണ് ഇതിൻ്റെ ലീഫ് ഉണ്ടാവുക. പക്ഷേ റോസ് കളറിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയായിട്ടോ. നല്ലൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആയിട്ട് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം നിക്കോഡിയ പ്ലാന്റ് ഷെയ്ഡിൽ വെക്കുന്ന ചെടിയാണ്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ പിങ്ക് കളറിലുള്ള പൂക്കൾ എപ്പോഴും തരുകയും ചെയ്യും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ലെന്താനയാണ്. ലെന്താൻ്റെ വൈറ്റ് കളറാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് റോസ്മേരിയാണ്. റോസ്മേരി പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ്. നമ്മുടെ മുടീൻ്റെയും ഒക്കെ ഹെൽത്തിന് ഏറ്റവും നല്ലതാട്ടോ റോസ്മേരി. നല്ല സ്മെല്ലാണ് ഇതിന്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 80 രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കക്കടമുല്ല കേട്ടോ. ഈ കക്കടമുല്ലേൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മൊട്ടുകൾ നല്ല ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കും. നല്ല ഭംഗിയാണ്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 80 രൂപ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ചെത്തിയാട്ടോ. 50 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. നല്ല നാടൻ ചെത്തിക്ക് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ചെടി കൂടിയായിരുന്നു അല്ലേ. ഇപ്പോഴാണ് അങ്ങനെ എല്ലാ വീടുകളിലും കാണാത്തത്. ഇതൊരുപാട് ഹൈറ്റ് വെക്കത്തില്ല കേട്ടോ. ഒരുപാട് ഹൈറ്റ് വെക്കാതെ നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് പ്രൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്ന ഇക്സോറേൻ്റെ വൈറ്റ് ആട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇത് നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഒരുപാട് പൂക്കൾ ഉണ്ടാകും കേട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിലും നല്ല എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തത് വരുന്ന അലോവേരയാണ്. നമ്മുടെ മുടിക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഔഷധം കൂടിയാട്ടോ. അലോവേരേൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മങ്കിട്ടയിലാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. കാറ്റക്സ് വെറൈറ്റി പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഇതിന് നനവ് കൊടുത്താൽ മതി. ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ജിഫിയിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്ന ഡോങ്കിട്ടയിലാണ്. ഡോങ്കിട്ടയിലും നല്ല ഭംഗിയുള്ള ഒരു കാറ്റക്സ് വെറൈറ്റി പെട്ടിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതൊക്കെ കാറ്റക്സ് വെറൈറ്റിയിലായതുകൊണ്ട് തന്നെ 3 ദിവസത്തെ ഇടവേളകളിൽ മാത്രം ഇതിന് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ.
അടുത്തത് വരുന്ന ചൈന ഡോളാട്ടോ. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. നല്ല ഷൈനിങ് ഉള്ള ലീഫാട്ടോ. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിഷ് ബോൺ കാറ്റക്സ് ആണ്. ഫിഷ് ബോൺ കാറ്റക്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ഭംഗിയുള്ള പൂവാട്ടോ. ഇതും കാറ്റക്സ് വെറൈറ്റി പെട്ടിട്ടുള്ള ഒരു ചെടിയാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന ഗോൾഡൻ കാസ്കേഡ് ആട്ടോ. ഗോൾഡൻ കാസ്കേഡിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂവായിരിക്കും. ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് അമേരിക്കൻ ഹോളിയാണ്. ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നല്ല ഭംഗിയുള്ള ഒരു ചെടി കൂടിയാട്ടോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് വെരിഗേറ്റഡ് ടെക്കോമയാണ്. ഇതിൻ്റെ ലീഫ് വെരിഗേറ്റഡിലായിരിക്കും. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് 70 രൂപ വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 70 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു കുറ്റിച്ചെടിയാണ്. 3 ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും ഇതിൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ലൈറ്റ് വയലറ്റ്, ഡാർക്ക് വയലറ്റ്, വൈറ്റ്, ഈ ഒരു കളർ കോമ്പിനേഷനിൽ നല്ല ഭംഗിയാട്ടോ കാണാൻ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 65 രൂപ വരുന്നത്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിന് മറ്റ് നോർമൽ യെസ്റ്റർഡേ ടുഡേ ടുമാറോനെ കമ്പയർ ചെയ്യുമ്പോൾ ലീഫിൻ്റെ വെരിഗേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ. ഇതൊക്കെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ചെടി കൂടിയാട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതേപോലെ എപ്പോഴും പൂക്കൾ തരുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെക്കുക. അതുപോലെ തന്നെ നല്ലോണം നനച്ചു കൊടുക്കുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് ലേഡി ഷൂ ആണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാട്ടോ. നല്ല സ്റ്റിക്കൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പൂക്കൾ തരുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 60 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മെലസ്റ്റോമയാണ്. മെലസ്റ്റോമേൻ്റെ വൈറ്റ് ആണ്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. എപ്പോഴും പൂക്കളുണ്ടാകും. വയലറ്റ് മെലസ്റ്റോമേനെ കമ്പയർ ചെയ്യുമ്പം അതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ വലുപ്പമുള്ള പൂക്കളായിരിക്കും കേട്ടോ വൈറ്റ് മെലസ്റ്റോമയ്ക്ക് ഉണ്ടാവുക. അടുത്തത് വരുന്നത് മഡഗാസ്കർ ജാസ്മിനാണ്. ഇത് ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. നല്ല പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഒരുപാട് പൂക്കൾ തരും. നല്ല ഭംഗിയാണ്. ഈസി കെയർ ആണ്. റേറ്റ് വരുന്നത് 120 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വോങ്ക ക്രീപ്പർ ആട്ടോ. ഇതും ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് നട്ട് വെക്കാൻ. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോവിംഗ് ആണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ഡ്രോസീഡിയ പ്ലാന്റ് ആണ്. 130 ആട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും പൂക്കൾ തരുകയും ചെയ്യും കേട്ടോ. ഇതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരു ചെടി കൂടിയാണ്. അടുത്തത് വരുന്നത് മന്ദാര കേട്ടോ. വൈറ്റ് മന്ദാരാണ്. 80 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർഡനിലൊക്കെ വളരെ ഷോർട്ടായിട്ട് നിർത്താൻ പറ്റും. ഇതൊരു കുഞ്ഞി പൂമരം കൂടിയാട്ടോ. അടുത്തത് വരുന്നത് മധുമാലതയാണ്. മധുമാലതയ്ക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെ നല്ല പൂക്കളായിരിക്കും. ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. ലൈറ്റ് പിങ്കും മെറൂണും കളർ കോമ്പിനേഷനിലാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക. 50 രൂപയാണ് റേറ്റ് വരുന്നത്. 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന മാച്ച് സ്റ്റിക്കാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുക. നല്ല റോസും വയലറ്റും കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് പവിഴമുല്ലയാണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നട്ട് വെക്കാൻ പറ്റും. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഒത്തിരി പൂക്കൾ തരും. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്.
അടുത്തത് വരുന്നത് ക്യാറ്റ്സ് ടെയിലാണ്. 50 രൂപയാണ് റേറ്റ് വരുന്ന ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക. പൂച്ചവാലൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടി കൂടിയാട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് യെലിയോ കാർപ്പസ് ആണ്. യെലിയോ കാർപ്പസിൻ്റെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. കമ്മൽ ചെടി, രുദ്രാക്ഷ ചെടി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ചെടിയാട്ടോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബ്രഹ്മകമലാണ്. 150 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെ റെഡ് കളറിലുള്ള ചെടിയാണ് അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബിഗ്നോണിയ ക്രീപ്പർ ആട്ടോ. ബിഗ്നോണിയ ക്രീപ്പർ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതുപോലെ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. 100 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും. പോട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. അടുത്തത് വരുന്നത് പിങ്ക് പെട്രിയയാണ്. കോഞ്ചിയ എന്നൊക്കെ പറയുന്ന പെട്രിയ പ്ലാന്റ് ആണ്. 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലവർ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒത്തിരി നാൾ നിൽക്കും കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് സ്വീറ്റ് ആൽമണ്ട് ആണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളായിരിക്കും, പക്ഷേ എപ്പോഴും പൂക്കളുണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് പൂക്കൾ കൊഴിഞ്ഞു പോകില്ല, ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും. 70 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് കോറൽ വൈനാണ്. 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ലൈറ്റ് പിങ്ക് കളറിലാണ് അതിൻ്റെ ഫ്ലവർ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള ലീഫും ആട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 80 രൂപ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അലമാണ്ടയാണ്. അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 70 രൂപ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ്. പെട്രിയേൻ്റെ 65 രൂപയാണ് റേറ്റ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കിത് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ്. സാൻഡ് പേപ്പർ വൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടി കൂടിയാട്ടോ പെട്രിയ. പെട്രിയേൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 65 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ബേർഡ്സ് ഓഫ് പാരഡൈസ് ആണ്. 150 ആണ് റേറ്റ് വരുന്നത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതുപോലെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. 550 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 150 റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് പാരിജാതാണ്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 200 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന ഐവിയാണ്. ഐവിൻ്റെ വെരിഗേറ്റഡ് ലീഫിലുള്ള എന്താണ് തരുന്നത്. ഇതിന് വരുന്ന റേറ്റ് 50 രൂപയാണ്. നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഐവി. 50 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് യുജീനിയാണ്. യുജീനിയൻ്റെ നോർമൽ വെറൈറ്റിക്ക് 50 രൂപയും അതിൻ്റെ വെരിഗേറ്റഡ് ലീഫിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞി പ്ലാന്റാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് യുജീനിയൻ്റെ തരുന്നത്. അടുത്തത് വരുന്നത് പനാമ റോസ് ആട്ടോ. പനാമ റോസിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. നമുക്ക് ഒരു കുറ്റിച്ചെടിയാണ്. എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടിയാട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് യുജീനിയാണ്. വെരിഗേറ്റഡ് യുജീനിയയ്ക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് റൊസീഡിയാണ്. റൊസീഡിയൻ്റെ റെഡ് കളറാണ്. റെഡ് കളറിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള ചെറിയ പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കറ്റ് ആട്ടോ. ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ നല്ല പ്ലാന്റിന് 50 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും. അയക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ. അടുത്തത് വരുന്നത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയാണ്. റോസ് ഗ്ലോറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാണ്. 120 ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ബുഷി പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് യെല്ലോ ജാസ്മിൻ ആണ്.
യെല്ലോ ജാസ്മിൻ്റെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 50 രൂപ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കനേഡിയൻ കൊന്നയാട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും, ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. അത്യാവശ്യം മെലസ്റ്റോമേനെ പോലെയൊക്കെ അത്യാവശ്യം സൈസ് വെക്കുന്ന ഒരു ചെടി കൂടിയാട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്, റെഡ് ലിപ്സ്റ്റിക്ക്. നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ. ഇതാട്ടോ അതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതൊരു ഇൻഡോർ ആണ്, നമുക്ക് ഇൻഡോർ ആയിട്ടും അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയല്ല. അതേപോലെ തന്നെ ഇത് 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ഇതിന് വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാങ്ങിങ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാട്ടോ. എപ്പോഴും പൂക്കൾ തരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള പൂക്കളും ആയിരിക്കും കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് കാസിബൈ ഫ്ലോറ എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയാട്ടോ. നല്ല ഭംഗിയാണ്. ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയും കൂടിയാട്ടോ. ഷുഗർ പേഷ്യൻസിനൊക്കെ ഒരുപാട് ഔഷധങ്ങളുള്ള ഒരു ചെടിയാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ എന്തൊക്കെയോ മരുന്നായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 100 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. വളരെ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ കാണാവേ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അതും 100 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്രോക്കൺ ഹേർട്ട് എന്ന് പറയുന്ന ചെടിയാണ്. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയായിട്ടോ ഈ ചെടീനെ മോർ അട്രാക്റ്റീവ് ആക്കുന്ന ജിഫിയിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ ഇക്സോറയാട്ടോ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് യെല്ലോ ഇക്സോറ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ലോക്ടസ് ആണ്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ചെടിയാണ്, കുറ്റിച്ചെടിയായിട്ടൊക്കെ നിൽക്കും കേട്ടോ. ഇതുപോലെ നല്ല പിങ്കും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവും. ഇതുപോലെ ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവുകയും ചെയ്യും കേട്ടോ. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 100 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ഈ പ്ലാന്റ്സിൽ ഏതൊക്കെയാണോ വേണ്ടത് അത് ജസ്റ്റ് ഒരു നോട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ എനിക്ക് ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.